നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അവധിക്കാലം ആരംഭിച്ചതോടെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്കുള്ള വിമാന നിരക്ക് 5 ഇരട്ടിയോളം ഉയർന്നിരിക്കുകയാണ്. UAE സ്കൂൾ വേനൽ അവധിക്ക് അടച്ചതിനാൽ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന നിരവധി പ്രവാസി കുടുംബങ്ങളെ വെട്ടിലാക്കിയിരിക്കുകയാണ് ഉയർന്ന വിമാന ടിക്കറ്റ് നിരക്ക്. മാസങ്ങൾക്ക് മുൻപേ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് നിരക്കിളവിൽ ടിക്കറ്റ് ലഭിച്ചിരുന്നു. എന്നാൽ ജോലിയിലുള്ളവരുടെ അവധിയടക്കം മറ്റു കാര്യങ്ങൾ കാരണം നേരത്തെ ടിക്കറ്റ് എടുക്കാത്തവരാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. അവസാന നിമിഷം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിച്ച പല യാത്രക്കാരും കുതിച്ചുയർന്ന ടിക്കറ്റ് നിരക്ക് കാരണം യാത്ര മാറ്റിവെക്കുകയാണ്. കേരള സെക്ടറിലേക്കുള്ള വിമാന ടിക്കറ്റുകളാണ് ഇപ്പോൾ ഉയർന്ന നിരക്കിലുള്ളതെന്ന് ട്രാവൽ ഏജന്റുമാർ വ്യക്തമാക്കുന്നുണ്ട്. ടിക്കറ്റ് നൽകുന്ന സെർച്ച് എഞ്ചിനുകൾ പ്രകാരം ജൂലൈ 3-ന് കേരളത്തിലെ കൊച്ചിയിലേക്കുള്ള വൺ വേ ഡയറക്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് നിരക്കുകൾ 1554 ദിർഹത്തിനും 2287 ദിർഹത്തിനും ഇടയിലാണ്. അതേസമയം 7 മണിക്കൂറും 45 മിനിറ്റും എടുക്കുന്ന ദുബായ് ഹീത്രൂ നേരിട്ടുള്ള വിമാനത്തിന് 2680 ദിർഹമാണ് നിരക്ക്. ഏതാണ്ട് 4 മണിക്കൂറാണ് കേരളത്തിലെ ഏത് എയർപോർട്ടിലേക്കും എടുക്കുന്ന സമയം. ഈദ് അവധി ദിനങ്ങൾ കൂടി വരുന്നതിനാൽ ആവശ്യക്കാരുടെ എണ്ണം കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട്. അതിനിടെ വിവിധ ട്രാവൽ ഏജന്റുമാർ ഒരുക്കിയ ചാർട്ടർ വിമാന സർവീസുകൾ ഉപയോഗപ്പെടുത്തിയവർ ധാരാളമുണ്ട്. ഇതിലും ടിക്കറ്റ് നിരക്ക് സാധാരണത്തെക്കാളും ഉയർന്ന നിരക്കാണ്. കൊച്ചി, തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട് എന്നീ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലേക്കും ഉയർന്ന ടിക്കറ്റ് നിരക്ക് തന്നെയാണുള്ളത്. കണക്ഷൻ ഫ്ലൈറ്റുകളെ ആശ്രയിക്കുന്നവർക്കും പതിവിൽ കൂടുതൽ നിരക്ക് തന്നെയാണ് നൽകേണ്ടി വരുന്നതും. ഗൾഫ് മേഖലയിൽ നിന്നുള്ള വിമാനക്കൂലിയിലെ വർധനവിനെതിരെ നിരവധി തവണയായി പ്രവാസികൾ ശബ്ദമുയർത്തുന്നുണ്ട്. എന്നാൽ അത്തരമൊരു ആവശ്യത്തെ സർക്കാരോ വിമാന കമ്പനികളോ കണക്കിലെടുക്കുന്നില്ലെന്നാണ് വിവരം. ഇതിന് പരിഹാരം എന്ന നിലയിൽ കേരള സർക്കാർ ഫ്ലൈറ്റ് ഏർപ്പെടുത്തണമെന്നും അല്ലെങ്കിൽ വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട നിരക്കിളവിന് ശ്രമിക്കണമെന്നും ലോക കേരള സഭയിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.